ഹലോ നമസ്കാരം, ഞാൻ അനീഷ്. ഞാനാണ് ആറക്കോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ചെയ്യുന്നത്. അതെൻ്റെ അക്വരത്തിൻ്റെ എൻ്റെ ഫാമിൻ്റെ പേജാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഏഞ്ചൽ ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് എൻ്റെ ബാക്കിൽ കാണുന്ന ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാക്കിൽ കാണുന്ന അക്വരങ്ങളിലുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പെയറാണ്. അതേപോലെ ഇതൊക്കെ ഇപ്പോൾ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെയറുകളാണ്. നമ്മൾ ഇന്നലെ കാണിച്ച പെയറുകൾ ബ്രീഡിങ് സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ഇതിലൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഏഞ്ചൽ ബ്രീഡിംഗ് പെയർ അതേപോലെ ഓസ്കാർ ബ്രീഡിംഗ് പെയർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് നമ്മളെ ഫാമിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഫാമിൽ നിന്നോ ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്ന മീനുകൾ തന്നെ സ്ഥലം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതേപോലെ വാട്ടർ പാരാമീറ്ററൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ബ്രീഡായി പോലെ അവിടെ ബ്രീഡായിക്കൊള്ളുന്നില്ല ഒരു കേസ്. അതേപോലെ തന്നെ ഇവിടുന്ന് നിങ്ങൾ ബ്രീഡിംഗ് പെയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിലെത്തുമ്പോൾ അത് പക്കാ ഇവിടുന്ന് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മീനാണെങ്കിലും ചില സമയത്ത് അവർ തമ്മിൽ അടിക്കും. മെയിലും ഫീമെയിലും പെയർ പിരിയും. ഞങ്ങൾക്കിവിടെ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിലുള്ള ഈ അക്വേറിയത്തിലുള്ള പെയർ ഇപ്പോൾ ഇവർ പെയർ പിരിഞ്ഞ് കിടക്കുകയാണ്. ഇനിയിപ്പോൾ അവരെ മാറ്റിയിട്ട് നമ്മൾ പുതിയ പെയർ കയറ്റണം. ഇപ്പോൾ ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് എല്ലാം സക്സസ് ആയിക്കോളുന്നില്ല. നമ്മൾ ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏഞ്ചൽ മെയിൽ ഫീമെയിൽ സെറ്റ് ചെയ്തിട്ടാണ് വിൽപ്പന നടത്തുന്നത്. അത് വിൽക്കുന്ന പ്രൈസ് 400 രൂപയാണ് പെർ സെറ്റ്, ഒരു മെയിൽ ഒരു ഫീമെയിൽ. അത് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന മീനുകളുണ്ട്. അതായത് നമ്മളെ നാച്ചുറൽ പൗണ്ടിൽ വലുതാക്കിയതിന് ശേഷം സെലക്ട് ചെയ്ത മീനുകളെ നമ്മൾ ബ്രീഡ് ചെയ്യാം, അതിൻ്റെ പാറ്റേണും കളറൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതിൽ ഒരു മെയിലും ഫീമെയിലും നമ്മൾ അക്വേറിയത്തിലിട്ടിട്ട് അവരെ സെറ്റ് ചെയ്യാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം കുറച്ച് സൈസായി, അഡൽട്ട് സൈസിൽ തന്നെ കുറച്ച് സൈസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിലും ഫീമെയിലും ഓൾമോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള മീനുകളെ നമ്മൾ പെയർ അല്ലെങ്കിൽ ഒരു ജോഡി എന്നുള്ള രീതിയിൽ 400 നിൽക്കുന്നത്. അതിൻ്റെ പ്രൈസ് 400 ആണ്. ഇപ്പോൾ പ്രൈസ് പറയുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് ക്വാളിറ്റി വൈസ് ബെസ്റ്റ് പീസസ് ആയിരിക്കും, കളറ് കോമ്പിനേഷനൊക്കെ നല്ലതായിരിക്കും, അതിലൊരു പരാതി ചാൻസ് ഇല്ല. അപ്പോൾ ബ്രീഡിംഗ് പെയർ ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ബ്രീഡിംഗ് പെയർ എടുത്താലും നിങ്ങൾ കണ്ണിൻ്റെ മുന്നിൽ നിങ്ങൾ എഗ് ചെയ്ത് കൊണ്ട് നിൽക്കുന്ന ഒരു മീൻ എടുത്ത് കൊണ്ടുപോയാലും നിങ്ങളെ ഫാമിലോ അല്ലെങ്കിൽ നിങ്ങളെ സ്പേസിലോ എത്തുമ്പോൾ അത് ചിലപ്പോൾ സെറ്റാവാതിരിക്കാം. ഇനിയിപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരെ കുറച്ച് ദിവസം കുറച്ച് വലിയൊരു ടാങ്കിലേക്ക് മാറ്റി നല്ല ഫീഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും പെയർ ആവും ചെയ്യും. അപ്പോൾ പെയറായി നിങ്ങളിവിടുന്ന് പെയർ എടുത്തു കഴിഞ്ഞിട്ട് അത് ബ്രീഡായില്ല അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ട് സെറ്റായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ്. പിന്നെ ഈ പെയർ നമ്മൾ സെലക്റ്റഡ് അല്ലാത്ത പീസുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഹോൾസെയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രൈസ് ആയിരിക്കും. പക്ഷേ അത് ക്വാണ്ടിറ്റി ബേസിസിൽ മാത്രമേ ഹോൾസെയിൽ കൊടുക്കുന്നുള്ളൂ, എങ്കിലേ നമുക്ക് വയബിൾ ആവുള്ളൂ. അത് മാത്രമല്ല, നമ്മളടുത്ത് കുറേ ഷോപ്പർ മീനെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഇവിടെ വില കുറയ്ക്കുക, അവർക്ക് വില ഇതേപോലെ ആക്കുക എന്നുള്ള രീതിയിൽ ചെയ്യാൻ പാടില്ല, അതൊരു എത്തിക്കലല്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തു പോണത്. ഫിഷസ് നിങ്ങൾക്ക് ഈ ബ്രീഡിംഗ് പെയർ എന്നുള്ള രീതിയിൽ എടുക്കുന്ന സാധനം പക്കാ ക്വാളിറ്റി ആയിരിക്കും. എഗ്ഗ് ചെയ്യുന്നുള്ള കേസിൽ ഞാൻ ഗ്യാരണ്ടി, ഒറ്റയടിക്ക് എഗ്ഗ് ചെയ്യുന്നുള്ള കേസിൽ ഞാൻ ഗ്യാരണ്ടി പറയില്ല. അത് നിങ്ങൾ അവിടെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും. നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടൊക്കെ വേണം പെയർ ചെയ്യാൻ. നമ്മൾ ഫിഷിങ്, അതായത് ഒരു ഹാച്ചറി എന്ന് പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോണ ഒരു സംഗതിയല്ല. അപ്പോൾ അതിൻ്റേതായ കെയറിങ്ങും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, നല്ല കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ സെയിലായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി അടുത്ത ബാച്ചൊക്കെ പിടിക്കുമ്പോൾ ഇതേപോലെ വീഡിയോ ഉണ്ടാവും, താല്പര്യമുള്ളവർക്ക് എടുക്കാം. ഇതേപോലെയുള്ള കണ്ടൻറ്റുകൾ നമ്മളെ ചാനലിൽ സ്ഥിരമായിട്ടുണ്ടാവും, താല്പര്യമുള്ളവർക്ക് കൂടാം. അതേപോലെ നമ്മൾ ചെയ്യുന്ന വേറൊരു ഫിഷാണ് ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്തിപ്പോൾ ഈ ടാങ്കിലൊക്കെ ഉള്ളത് ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളാണ്. അതേപോലെ ഇതൊക്കെ ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളാണ്.
ഈ കാണുന്ന എല്ലാം ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ഓസ്കാറിൻ്റെ ഒരു ബ്രീഡിംഗ് സീസണാണ്. ഓസ്കാർ നമ്മുടെ അടുത്ത് ഇപ്പോൾ പാരൻ്റ് ആയിട്ടുള്ളത് സെയിലിനുള്ളതല്ല, പാരൻ്റ് ആയിട്ടുള്ളത് ബ്ലാക്ക് ടൈഗർ ഓസ്കാർ മാത്രമാണ്. അപ്പോൾ മറ്റുള്ള വെറൈറ്റികൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കരുത് പ്ലീസ്. ബ്ലാക്ക് ടൈഗർ ഓസ്കാറിൻ്റെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ചെറുതാണ്, നമുക്ക് ബ്രീഡിംഗ് സ്റ്റാർട്ടായിട്ടുള്ളൂ. ഒരു 1.5 to 2 ഇഞ്ച് സൈസുള്ള കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ഹാർവസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.